ആചാര്യ IAS അക്കാദമിയുടെ ടോപ്പിക് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന സ്വിസ് സ്പേസ് സമ്മിറ്റിൽ പങ്കെടുത്ത രാഷ്ട്രങ്ങൾ റഷ്യ-ഉക്രൈൻ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും ചർച്ചയാവുകയാണ്. ഉക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന സമ്മിറ്റിൽ ഇന്ത്യയുടെ നിലപാടാണ് ശ്രദ്ധേയമാവുന്നത്. ഉക്രൈനിന്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി നിലനിർത്തുന്നതിനായുള്ള സമാധാന ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവച്ചില്ല. പ്രശ്നം പരിഹരിക്കുന്നതിനായുള്ള പോംവഴി ആലോചിക്കുന്നതിനായാണ് ഇന്ത്യ സമ്മിറ്റിൽ പങ്കെടുക്കുന്നത് എന്ന് ഇന്ത്യയുടെ പ്രതിനിധിയായി എത്തിയ എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി പവൻ കുമാർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളുടെയും സംയുക്ത സാന്നിധ്യത്തിലൂടെയോ ചർച്ചയിലൂടെയും മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. സമ്മിറ്റിൽ റഷ്യ ഇൻവൈറ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ ഇത് വ്യക്തമാക്കിയത്. 90ഓളം രാഷ്ട്രങ്ങൾ പങ്കെടുത്ത ഉച്ചകോടിയിൽ 80 രാജ്യങ്ങളോ 4 ഓർഗനൈസേഷൻസും സമാധാന ഉടമ്പടി ഒപ്പുവച്ചിട്ടുണ്ട്. UAE, സൗത്ത് ആഫ്രിക്ക, തായ്ലൻഡ്, മെക്സിക്കോ തുടങ്ങിയ രാഷ്ട്രങ്ങളും ഒപ്പുവയ്ക്കാതെ മാറിനിന്നു. വിഷയത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ന്യൂട്രൽ സ്റ്റാൻഡ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നത് തന്നെയാണ്. ഇന്ത്യ ഫോറിൻ റിലേഷൻസിൽ സ്വീകരിച്ചുവരുന്ന സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ഭാഗമാണിത്. USA പോലുള്ള രാഷ്ട്രങ്ങൾ എതിർത്തപ്പോഴും റഷ്യയുമായി ഇന്ത്യ ഊഷ്മള ബന്ധം നിലനിർത്തുന്നതും ഇതിന്റെ ഭാഗം തന്നെയാണ്. ഓയിൽ, സ്പേസ് ടെക്നോളജി എന്നിവയ്ക്കായി റഷ്യയെ ഇന്ത്യ ആശ്രയിച്ചു വരുന്നുണ്ട്. ഇതുപോലെ തന്നെ സമ്മിറ്റിനു മുന്നോടിയായി ഉക്രൈനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയതും ഇന്ത്യയുടെ നയതന്ത്ര സമീപനം വ്യക്തമാക്കുന്നതാണ്. ഗ്ലോബൽ ലീഡർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രത്തിന് സ്ട്രാറ്റജിക് ഓട്ടോണമി എത്രമാത്രം സഹായകരമാകും? ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ? ചർച്ച ചെയ്യുക. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകളും സ്വാധീനവുമെല്ലാം GS2 പേപ്പറിലെ ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കായി കാത്തിരിക്കുക. ബി വിത്ത് യുവർ ഡ്രീം, ബി വിത്ത് ആചാര്യ.